السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഊദു ബിസ്മി ഫാത്തിഹയുടെ 2-3 ആയത്ത് നമ്മൾ പഠിച്ചിരുന്നു. മാലിക് യൗമിദ്ദീൻ വരെ പഠിച്ചു. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് തജ്വീദിൻ്റെ നിയമം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നീട്ടുക, മണിക്കുക എന്നതിനപ്പുറം ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മഖ്റജുകളിൽ നിന്നും സിഫത്തുകളും ഒക്കെ ശരിയാക്കി ഉച്ചരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ രൂപത്തിൽ ഫാത്തിഹ ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഉച്ചരിക്കുന്ന ഓരോ അക്ഷരവും അത് ശരിയായ മഖ്റജിൽ നിന്നാണോ, അതിൻ്റെ സിഫത്തുകളൊക്കെ ശരിയായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തി വേണം നമ്മൾ സാവകാശം പഠിച്ച് അത് ഓതുവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഈ മാലികി എന്ന് പറയുന്നതും ആ സമയത്തും മാലികി എന്ന ആ മാ എന്നല്ല പറയാനുള്ളത്, എന്നാൽ മാലികി മാലികി എന്ന് പറയണം. മാ എന്നങ്ങനെ പറയരുത്. ഓക്കെ, എന്നുവെച്ചാൽ മേ എന്നുള്ള ആ രീതിയിൽ ചെയ്യാനും പാടില്ല. മേലിക്കി എന്നുള്ള മേ എന്ന് വരാനും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഒന്ന് കനം കുറച്ച് ഒരു ലഘൂകരിച്ചുകൊണ്ട് മാലികി യൗമിദ്ദീൻ. യൗമിദ്ദീൻ എ എന്ന് ഒരിക്കലും വരരുത്. യാ 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 യൗ യാ യൗ 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 യാ യൗമിദ്ദീൻ യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ. അടുത്തത് ഇയ്യാക. ഇയ്യ അത് യാണ്. ഇജ്ജാക എന്ന് പറയരുത്. പിന്നെ ഇയ്യാക ഇയ്യാക അ ഇ ഇ ഇയ്യാക ഇയ്യാക ഇയ്യാക. ക പറയുമ്പോൾ ഇങ്ങനെ ചെറിയ കാറ്റ് പുറത്തേക്ക് വരും. ഇയ്യാക നഅ്ബുദു. നഅ്ബുദു നഅ്ബുദു എന്നല്ല, നഅ്ബുദു എന്നും അല്ല. എന്നെയോ നഅ്ബുദു നഅ്ബുദു നഅ്ബുദു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക. പിന്നെ വ ഇയ്യാക എന്നാണ്, വയ്യാക്ക അല്ല. പിന്നെയോ വയ്യാക്ക എന്ന് പറഞ്ഞ ഒരു ഹംസ അവിടെ നഷ്ടപ്പെട്ടു. വ ഇയ്യാക്ക എന്നാണ്. വ ഇയ്യാക്ക വ ഇയ്യാക്ക വ ഇയ്യാക്ക. ക ക ആ കാറ്റ് ചെറിയ രൂപത്തിൽ പോകും. വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്ത എന്നുള്ള പറഞ്ഞാൽ ശബ്ദമായി പോകും. അവിടെ ശബ്ദം വരാൻ പാടില്ല. നസ്തഈൻ നസ്തഈൻ അങ്ങനെ പറയാവൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ അവസാനം ഫാത്തിഹയിൽ പല എല്ലാ ആയത്തും ഒന്നുകിൽ മീമിലായിരിക്കും അവസാനിക്കുക, അല്ലെങ്കിൽ നൂനിലായിരിക്കും അവസാനിക്കുക. അപ്പോൾ നസ്തഈൻ എന്ന് പറയുമ്പം ചുണ്ടു കൂടാൻ പാടില്ല. നസ്തഈൻ നസ്തഈൻ എന്നാ.
മുസ്തഖീം എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്തഖീം മീമാണ്. മീം വരുമ്പോഴത്തേക്ക് ചുണ്ടു കൂടണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, ചിലർ ഇഹ്ദിന എന്ന് പറയും. ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല, ഇ എന്ന് പറഞ്ഞിട്ട് ഹ്, ദീന. അപ്പോൾ അവിടെ സുക്കൂന് വെളുവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓതും ദീന, 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 ദീന സിറാത്തൽ, ദീന സിറാത്തൽ എന്നല്ല, തോ. ഇത് താ, താ വെച്ചിരിക്കുന്ന, താ എന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ തോ, തോ, തോൽ. തുവൽ എന്നുമല്ല, സിറാത്വൽ എന്ന് പറയുന്നത് അതിങ്ങനെയും അല്ല, അത് തെറ്റാണ്. പിന്നെ സ, സി, 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 റോ. നേരത്തെ മുമ്പ് പറഞ്ഞു റോ എങ്ങനെ ഉച്ചരിക്കണമെന്നുള്ളത്. ഓക്കെ, റോ, റോ, സിറാത്തൽ, സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം. നസ്ത പറഞ്ഞിടത്ത് തന്നെ മുസ്ത അവരാണ്. നസ്ത, മുസ്തഖീം, ഖാഫാണ്, ഖാഫ്. മുസ്തഖീം അല്ല, കീം എന്ന് പറയുമ്പോൾ കാഫായി പോയി. അപ്പോൾ മുസ്തഖീം, ഖീം, മുസ്തഖീം. ചുണ്ടിങ്ങനെ കൂടണം. മുസ്തഖീം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചുണ്ട് കൂടണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം എന്ന് പറഞ്ഞാൽ താന് ശബ്ദം വരും. അപ്പോൾ അവിടെ മുസ്തഖീം എന്ന് താ കൊണ്ട് ശബ്ദം കൊടുക്കാൻ പാടില്ല. പിന്നെയോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ എന്ന് പറഞ്ഞ് പറയണ്ട, അപ്പോൾ ശബ്ദമായി പോകും. സിറാത്തൽ, സിറാത്തൽ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين صراط الذين أنعمت എന്നല്ല, أنعمت عليهم. അലൈഹിം എന്ന് പറഞ്ഞാൽ ഹംസ ആയിരുന്നു. അവിടെ ഐനാണ്, ഹംസ അല്ല. അലൈഹിം, അലൈഹിം. صراط الذين أنعمت عليهم. صراط الذين എന്ന് പറഞ്ഞാൽ ദാലായി മാറും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അവിടെ ദാല് പുള്ളിയുള്ള ദാലല്ല, ദാലാണ്. ഓക്കെ, صراط الذين أنعمت عليهم ഗൈരിൽ എന്നല്ല, ചിലർ വൈരിൽ മൗദൂബി അങ്ങനല്ല. എവിടെയാണ് ഗൈൻ ഉച്ചരിക്കുന്നത്? എവിടെയാണ്? തൊണ്ടയുടെ ഗൈന് എവിടെ നിന്ന് പറഞ്ഞത്? തൊണ്ടയുടെ ഇങ്ങാറ്റം. അപ്പം ഗൈരിൽ മഗ്ദൂബി, ഗൈരിൽ മഗ്ദൂബി, മഗ്ദൂബി. വാ പറയുന്ന എവിടെ വെച്ചാൽ നാവിൻ്റെ അരുക് നീളത്തിൽ മുകളിലത്തെ പിന്നെ അണപ്പല്ലില്ല, അണപ്പല്ല് പോലെ ഇങ്ങനെ നീളത്തിന് വരും. ഗൈരിൽ മഗ്ദൂബി എന്ന് പറയുമ്പോൾ ഈ സൈഡിലോട്ട്, ഇടത് ഭാഗത്ത് സൈഡിലോട്ട് അണപ്പല്ലിനോട് ചേർന്ന് വരും. ഓക്കെ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അലൈഹിം. അവിടെയും അലൈഹിം എന്നല്ല, അലൈഹിം ഐനാണ്, അലൈഹിം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അലൈഹിം എന്ന ചുണ്ട് കൂടിയതിന് ശേഷമാണ് വലദ്ദാല്ലീൻ എന്ന് പറയാൻ. ഓക്കെ, അവിടെ വലദ്ദാലി എന്ന് പറയണത് നാവ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ
തോ ലോ ആയിപ്പോവും. അതുകൊണ്ട് പുറത്തേക്ക് നാവ് വരാൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇടത് സൈഡിൻ്റെ മുകളിലത്തെ അണപ്പല്ലിനോട് ചേർന്ന് അരികു നീളത്തിലായിട്ട് നാവിൻ്റെ അരികു നീളത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. വലല്ലാലീൻ ലീൻ ലാ ലാ ലീൻ വലല്ലാലീൻ. അവിടെ ലാദിന് മുകളിൽ മദ്ദ് കൊടുത്തിട്ടുണ്ട്. ഈ മദ്ദ് വരാൻ കാരണം എന്താ? മദ്ദ് വന്നു കഴിഞ്ഞാൽ 3 അലിഫിൻ്റെ കതിർ നീട്ടണമെന്നാണ്. അപ്പോൾ അത് മദ്ദിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഇപ്പോൾ അത് പറഞ്ഞാൽ ഇവിടെ സമയം ഒരുപാട് ദീർഘിച്ചു പോവും. എന്തായിരുന്നാലും ഈ അസ്ലിയായ മദ്ദിന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ നീട്ടേണ്ടി വന്നത്. അവിടെ എവിടെയാണ് സുക്കൂൻ വന്നത്? അവിടെ ലാമിന് ഷദ്ദായ ലാമാണ് വന്നത്. ഷദ്ദായ ലാം എന്ന് പറഞ്ഞാൽ ഷദ് എന്ന് പറഞ്ഞാൽ ഒരു സുക്കൂനായ ലാമിന് ഹർക്കത്തുള്ള ഒരു അക്ഷരത്തിലേക്ക് ചേർക്കുമ്പോഴാണ് ഷദ് വരുന്നത്. ഏതൊരു അക്ഷരവും സുക്കൂനായ ഒരു അക്ഷരം ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഷദ് എന്നുള്ളൊരു അടയാളം കൊടുക്കുന്നത്. അപ്പം വലല്ലാൽ വലല്ലാൽ എന്നാണ് ആദ്യം, അല്ലേ? പിന്നെ ലീൻ എന്നാണ്. അപ്പോൾ വലല്ലാൽ എന്ന സുക്കൂനായ ലാമിനെ ലീ എന്ന കസ്റായ ലാമിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ അസ്ലിയായ മദ്ദിന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ടാണ് അവിടെ 3 അലിഫിൻ്റെ കതിർ നീട്ടണമെന്ന് പറഞ്ഞത്. അവിടെ നിർബന്ധമാണ്, ഖൗലിയായ ലാസിമായ മദ്ദാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ ലാദിനെ നീട്ടണം. ഓക്കെ. വലല്ലാലീൻ വലല്ലാലീൻ എന്ന് പറയണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഫാത്തിഹ ഒന്ന് ഓതി ഈ ക്ലാസ് ഒന്ന് ഇവിടെ അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العظيم. അള്ളാഹു തെറ്റുകൂടാതെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ക്ലാസ് കേട്ട് പഠിച്ചവർക്കും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അതിന് അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.